പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും കഥയാണ്. പുരാതന കാലത്ത് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പിന്തുടരാൻ ധൈര്യം കാണിച്ചു. എല്ലാം പിന്നിലുപേക്ഷിച്ച് കനാനിലേക്ക് പോകാൻ അവനെ വിളിച്ച ആ ദൈവശബ്ദം അവനോട് പറഞ്ഞു. ഇത് അബ്രഹാമിൻ്റെ കഥയാണ്. ഈ മനുഷ്യനിലൂടെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ലോകത്തെ എന്നേക്കുമായി മാറ്റുവാൻ പോവുകയാണ്. അബ്രഹാം എന്നറിയപ്പെടുന്ന അബ്രഹാം ബൈബിളിലെ പ്രധാന വ്യക്തിയും യഹൂദ ജനതയുടെ പിതാവുമായിരുന്നു. ഊർ പട്ടണത്തിൽ അബ്രഹാം ഭാര്യ സാറായിയോടും പിതാവിനോടും താമസിച്ചിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ദിവസം ദൈവം അവനോട് സംസാരിച്ചു. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ടു ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേര് വലുതാക്കും. നീ അനുഗ്രഹമായിരിക്കും. ദൈവവിശ്വാസിയായ അബ്രഹാം അത് വിശ്വസിച്ചു. സാറായി തൻ്റെ അനന്തവൻ ലോത്തിനെയും അവരുടെ എല്ലാം എടുത്തുകൊണ്ട് അജ്ഞാത ദേശത്തേക്ക് യാത്ര ആരംഭിച്ചു, കാനാൻ ദേശത്തേക്ക്. അവർ കാനാനിലെത്തിയപ്പോൾ ദൈവം വീണ്ടും പ്രത്യക്ഷനായി. ആ ദേശം ഒരു ദിവസം അബ്രഹാമിൻ്റെ സന്തതിയോടൊത്ത് ആയിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. പിന്നെ അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ ദൈവം ഒരിക്കൽ കൂടി അവനോട് സംസാരിച്ചു. ഇനി നിന്നെ അബ്രഹാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കും. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കും. നിന്റെ ഭാര്യ സാറായിയെ സാറ എന്ന് വിളിക്കും. അവളെ ഞാൻ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ നൽകും. അവനെ ഇസഹാക്ക് എന്ന് പേർ വിളിക്കണം. ഒരു ദിവസം അബ്രഹാം തൻ്റെ കൂടാരത്തിന് പുറത്തിരിക്കുമ്പോൾ 3 ദൂതന്മാർ അവിടെ എത്തി. അബ്രഹാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരുന്നത് വരെ ദയവായി ഈ മരത്തിനടിയിൽ വിശ്രമിക്കൂ എന്ന് അബ്രഹാം അവരോട് പറഞ്ഞു. അവരിലുള്ള അവനോട് പറഞ്ഞു, അബ്രഹാമേ, അടുത്ത വർഷം ഈ സമയം സാറയ്ക്കൊരു മകൻ ജനിക്കും. അവരുടെ കൂടാരത്തിനുള്ളിൽ അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന സാറ ഉള്ളിൽ ചിരിച്ചു. വയസ്സായ എനിക്കും എൻ്റെ ഭർത്താവിനും എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നേ? സാറ ഉള്ളിൽ ചിന്തിച്ചു. അവളുടെ ചിന്തകൾ മനസ്സിലായ ആ ദൂതൻ ചോദിച്ചു, സാറ, നീ ചിരിച്ചെന്ത്? കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? പേടിച്ചു പോയ സാറ മറുപടി പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. അതെ, നീ ചിരിച്ചു. പക്ഷെ നിനക്കൊരു മകൻ ജനിക്കും. ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം സാറയ്ക്കൊരു മകനെ നൽകി. അവർ അവന് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം എനിക്ക് ചിരി കൊണ്ടുവന്നു. കേൾക്കുന്നവരെല്ലാം എന്നോടൊപ്പം ചിരിക്കും, സാറ സന്തോഷത്താൽ പറഞ്ഞു. എന്നാൽ സാധാരണ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു വലിയ പരീക്ഷണം ദൈവം അബ്രഹാമിന് ഒരുക്കി വച്ചിരുന്നു. നീ പോയി നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ കൂട്ടിപ്പോയി ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ അവനെ യാഗമായി അർപ്പിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം അവനോട് കൽപ്പിച്ചു. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഞാൻ അനുസരിക്കും. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് മല കയറി. ഇസഹാക്ക് വിറക് ചുമന്നു, അബ്രഹാം തീയും കത്തിയും ചുമന്നു. അപ്പ തീയും കത്തിയുടെ ഉണ്ട്, പക്ഷേ യാഗം കഴിക്കാനായി കുഞ്ഞാടെവിടെ? നിഷ്കളങ്കതയോടെ ഇസഹാക്ക് ചോദിച്ചു. സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ദൈവം കൽപ്പിച്ചെടുത്ത് അവർ എത്തി. യഹോവയ്ക്കായി അബ്രഹാം ഒരു യാഗപീഠം പണിതു. യാഗം കഴിക്കാനായി ഇസഹാക്കിനെ അതിൽ കിടത്തി. യാഗം കഴിക്കാനായി അബ്രഹാം കത്തിയെടുത്ത ഉടനെ ദൈവത്തിൻ്റെ ദൂതന്റെ ശബ്ദം കേട്ടു. അബ്രഹാമേ, അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കുക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അബ്രഹാം തലപ്പൊക്കി നോക്കിയപ്പോൾ സമീപത്ത് കുറ്റിക്കാട്ടിൽ ഒരാട്ടിൻകുട്ടി കുടിയും കൊടുക്കുന്ന കണ്ടു. അതിനെ അബ്രഹാം യാഗം കഴിച്ചു. ദൂതൻ രണ്ടാമത് പ്രത്യക്ഷനായി. നീ ഈ കാര്യം ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കുക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിപ്പിക്കും. നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു.
അബ്രഹാമും ഇസഹാക്കും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അബ്രഹാമിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. അവൻ വിജയിച്ചു. ദൈവവും അവന്റെ ജനവും തമ്മിലുള്ള ഉടമ്പടി വിശ്വാസം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. അബ്രഹാമിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: നമ്മൾ ഏറ്റവും വിലമതിപ്പിക്കുന്നത് ഉപേക്ഷിക്കാൻ അത് നമ്മെ ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ അവൻ നമുക്കായി എപ്പോഴും കരുതുന്നു. നിങ്ങളും അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ ജീവിക്കുക എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.